ഹലോ. ഇനി നമുക്ക് എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ്ങിൻ്റെ ടൈപ്സ് ഒന്ന് നോക്കാം. അതായത് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ്, എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ്, അതുപോലെ എൻവയോൺമെൻറ്റൽ കോസ്റ്റ് അക്കൗണ്ടിങ്, എൻവയോൺമെൻറ്റൽ പ്രൊഡക്റ്റ് അക്കൗണ്ടിങ്, എൻവയോൺമെൻറ്റൽ പെർഫോമൻസ് അക്കൗണ്ടിങ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ് പ്രാക്ടീസസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഇന്ന് നമ്മൾ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇൻറ്റേർണൽ എന്ന് പറയുമ്പോൾ എന്താ? വിത്തിൻ ദ കമ്പനി, വിത്തിൻ ദ ഓർഗനൈസേഷൻ അല്ലേ? നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത പോലെ, കഴിഞ്ഞ വീഡിയോ പാർട്ടിൽ ഡിസ്കസ് ചെയ്ത പോലെ, ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിലോ കമ്പനിയുടെ ഉള്ളിലോ വരുന്ന എൻവയോൺമെൻറ്റ് കോസ്റ്റ്, എൻവയോൺമെൻറ്റൽ റിസ്ക്, എൻവയോൺമെൻറ്റൽ ഓപ്പർച്യൂണിറ്റീസ്, ഇതിനെയൊക്കെ ട്രാക്ക് ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്ത് മെഷർ ചെയ്ത് അനലൈസ് ചെയ്ത് റിപ്പോർട്ട് പ്രസൻറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ്, പ്രത്യേകിച്ച് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതായത് വിത്തിൻ ദ കമ്പനി അല്ലെ, വിത്തിൻ ദ കമ്പനി അല്ലെങ്കിൽ വിത്തിൻ ദ ഓർഗനൈസേഷനാണ് നമ്മളെ ആ ഡേറ്റയാണ് കളക്ട് ചെയ്ത് അനലൈസ് ചെയ്ത് ഇൻ്റർപ്രിറ്റ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. സോ ഈ എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ അവിടെ എൻവയോൺമെൻറ്റൽ കോസ്റ്റ് അക്കൗണ്ടിങ് വരും, എൻവയോൺമെൻറ്റൽ ബെനിഫിറ്റ് അക്കൗണ്ടിങ് വരും.